ഹരി ഓം, എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോസിംഹ ആസ്ട്രോവേദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായിട്ടും 2026 രോഹിണി നക്ഷത്രക്കാരുടെ ഗുണനേട്ടങ്ങളെ പറ്റിയിട്ടാണ്. അവരുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. രോഹിണി നക്ഷത്രം നല്ലൊരു നക്ഷത്ര ജാതകനാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. രോഹിണി നക്ഷത്രം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളാണ് മുന്നിൽ കാണുന്നത്. അതുമാത്രമല്ല, സരസ്വതി കടാക്ഷം വിദ്യാർത്ഥികൾക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തെളിയുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അടുത്തുള്ള നമ്മളുടെ സരസ്വതി ക്ഷേത്രത്തിൽ താമരപ്പൂ നൽകി പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫലം ഇരട്ടിക്കും എന്നുള്ളത് രാശിചക്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു എക്സാം അവർ മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ച് ആ എക്സാം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ആ എക്സാമിൽ അവർ നല്ലൊരു വിജയം കൈവരിക്കുന്നതിന് കാര്യമാവും. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്കില്ല. സരസ്വതി കടാക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിന് ഉചിതമായിട്ടുള്ളൊരു സമയം ഇതാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന്, രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന ചീത്ത വിളിയും എല്ലാവരിൽ നിന്നുള്ള ഒറ്റപ്പെടലും കുടുംബത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. തൻ്റെ കാര്യത്തിനായിരിക്കത്തില്ല, മറ്റൊരാളുടെ കാര്യത്തിന് പോലും താൻ വീട്ടിൽ നിന്ന് പോലും, അതായത് ഭവനത്തിൽ നിന്ന് പോലും മാറി താമസിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ വായിൽ നിന്നുള്ള ചീത്തവിളി കേൾക്കാൻ ഇടവരും. അതുകൊണ്ട് ആരുടെയും കാര്യങ്ങളിൽ പോയി ഇടപെടാനോ ആരുടെയും വഴക്കുകൾ ഒത്തുതീർപ്പാക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക. പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, താൻ ചെയ്യാത്ത കാര്യത്തിന് താൻ പഴികേൽക്കും, അഥവാ രോഹിണി നക്ഷത്രക്കാർ പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക, ആരുടെയും മധ്യസ്ഥത വഹിക്കാൻ പോവാതിരിക്കുക. മറ്റൊന്ന്, ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യം നേരിടേണ്ടി വരും. അതായത് ചെറിയ ചെറിയ വിഷയങ്ങളിൽ പറഞ്ഞു തുടങ്ങുന്ന വഴക്ക് വലിയൊരു വഴക്കിലേക്ക് ഇടവരാൻ കാരണമാകും. അതുകൊണ്ട് യാതൊരുവിധ കാരണവശാലും വഴക്കുകളിലേക്ക് പോകാതെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളാണ്, നമ്മൾ പറയത്തില്ല കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്, പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്നതിന് ഇടവരും. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ വഴക്കുകൾ ഇടവരുമ്പോൾ അത് മാറി നിന്ന് അത് സോൾവ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഇപ്പോൾ 1 പറയുമ്പോൾ ഭാര്യ 2 പറയും, ഭാര്യ 2 പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 പറയാൻ നിൽക്കും. അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതം തകരുന്നതിന് കാരണമാവും. നമ്മളൊന്നും മിണ്ടാതെ കുറച്ച് നേരത്തേക്ക് ക്ഷമയോടുകൂടി നമ്മൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം തകരുന്നതിന് കാരണമാവാം. കാര്യം ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ വാക്ക് കേട്ടിട്ടാണ് പ്രശ്നങ്ങളേറെ ഉണ്ടാകുന്നതെന്നാണ് ഇതിനകത്തിപ്പോൾ തെളിയുന്നത്. അപ്പോൾ ജീവിതകാര്യങ്ങളിൽ മൂന്നാമതൊരാളുടെ അഭിപ്രായം തേടാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് കേട്ട് കുടുംബജീവിതം തകരുന്നതിന് കാരണമാവും കേട്ടോ. ഔദ്യോഗികമായിട്ടുള്ള പല ജോലികളിലും നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കും. അതായത് സർക്കാർ ജോലികൾ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നല്ല നല്ല ജോലികൾ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിടക്കുന്നതിനാൽ നിങ്ങൾക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലൊരു പദവിയിലിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വിദേശം ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാകും. ഈ വിദേശം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്നതിനും കാരണമാകും കേട്ടോ. നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2026 ഫെബ്രുവരി മുതൽ ഈ മെയ്
12 വരെയുള്ള കാലയളവിൽ മെയ് 12 വരെയുള്ള കാലയളവിൽ വാഹന ഉപയോഗം കുറയ്ക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ശ്രദ്ധിച്ച് കേൾക്കണം. 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വാഹന ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം കേട്ടോ. അപകട സാധ്യത നിങ്ങൾക്ക് ഏറെയാണ്. അപ്പം വാഹന ഉപയോഗം നിങ്ങൾ ഒരു മെയ് വരെ ഉള്ള കാലയളവിൽ കുറയ്ക്കണം കേട്ടോ. ഫെബ്രുവരി ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ വാഹന ഉപയോഗം കുറയ്ക്കണം. ഒന്നും കൂടി ഞാൻ എടുത്തു പറയാം. 2026 ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ വാഹന ഉപയോഗം നിങ്ങൾക്ക് കുറയ്ക്കണം കേട്ടോ. അപകട സാധ്യത ഏറെയാണ്. പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾ, അതായത് ത്വക്ക് രോഗം, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയുടെ അലട്ടലുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. ആശുപത്രിവാസം നിങ്ങൾക്കിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരാഴ്ചയോളം രോഹിണി നക്ഷത്രക്കാർക്ക് ആശുപത്രിവാസം ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്ത് കാണുന്ന പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗം, ത്വക്ക് രോഗം, ശ്വാസമെടുപ്പ് എന്നിവയെ പറ്റിയിട്ടുള്ള എന്നീ രോഗങ്ങൾ നിങ്ങൾക്ക് വരാനിടയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ശരിയായ രീതിയിൽ ശ്രദ്ധ ചെലുത്തണം കേട്ടോ. ഇത്രയാണ് പ്രധാനമായിട്ടും രോഹിണി നക്ഷത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങളും. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വിദേശഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കുടുംബജീവിതവും ശ്രദ്ധിക്കണം. പിന്നെ തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുക, അല്ലാതെ മറ്റൊരാളുടെ കാര്യത്തിൽ പോയി ഇടപെടാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷയങ്ങളിൽ പോയി മധ്യസ്ഥ വഹിക്കാനോ നിൽക്കരുത്. തൻ്റേതല്ലാത്ത കാരണത്താൽ കുടുംബത്തിൽ നിന്ന് പോലും താൻ മാറി നിൽക്കേണ്ടതായിട്ടുള്ളൊരു ഗതികേടുണ്ടാവും. നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നെല്ലാം ഒറ്റപ്പെടലുണ്ടാവും. അതിന് ഇടവരുത്തരുത്. ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ആ പ്രശ്നങ്ങൾ ഇടപെടുത്താനായിട്ട് മറ്റൊരാളെയും കൂടി വരുത്തരുത്. മൂന്നാമതൊരാളുടെ വാക്ക് കേട്ടിട്ടായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീഴാനിട വരുന്നത്. ഒരു കാരണവശാലും അതിനും ഇടവരുത്താൻ പാടില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നല്ല സമയമാണ്. സരസ്വതി കടാക്ഷം നീണ്ടു നിൽക്കുന്നതിന്, വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ളൊരു വർഷം തന്നെയാണ്. അതുകൊണ്ട് യാതൊരു ക്ലേശങ്ങളും വേണ്ട. നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് നല്ലൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നോക്കുക, ഉദരസംബന്ധമായിട്ടുള്ള രോഗപീഠകൾ വരാതെ നോക്കുക, മറ്റൊരാളുടെ കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക. പിന്നെ 2026 മുതൽ നിങ്ങൾ വാഹന ഉപയോഗം ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.